ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സിന്ധമാവളോസിന്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അവള് പറയാനായിട്ട് അതിന്റെ സ്വാഗതം കഴിഞ്ഞു. ചോക്ലേറ്റും വായിക്കാത്തായി കേട്ടോ. അപ്പൊ ഇന്ന് ചൂനടക്കിയത്. അപ്പൊ ഇന്ന് നല്ല ഒരു അടിപൊളി ഹാപ്പി വീഡിയോ ആണ്. പിന്നെ ഹാപ്പി സർപ്രൈസ് വീഡിയോ ആണ് കേട്ടോ. ഞങ്ങളെ ഞങ്ങൾ ഓർക്കാപ്പുറത്ത് എനിക്കറിയാം തന്നെയാണെന്ന് എനിക്കറിയാം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും ഓർത്ത് ഇത് ഞാൻ ചെയ്യാറുള്ള ഒരു ആളാണ്. അതുകൊണ്ട് ആ ആളാണ് ഞാൻ ഗസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ഞങ്ങൾക്ക് വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് വന്നേക്കാണ് കേട്ടോ. വിലമതിക്കാൻ പറ്റാത്ത കുറെ ഗിഫ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. പപ്പായ്ക്ക് 2 ഗിഫ്റ്റ് ഉണ്ട് അല്ലേ? പാപ്പൂന് 2 ഗിഫ്റ്റ് ഉണ്ട്. അതിനെക്കാട്ടി ഉപരി കിങ്ങിണി മോള് പാപ്പൂനെ നല്ലതായിട്ടൊന്ന് പ്രാങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്നെ അതൊക്കെയാണ് നിങ്ങൾ പോയി കണ്ടത്. അതെ എല്ലാം വീഡിയോ. ഒന്നും പറയാല്ലേ? ഒന്നും പറയാൻ താങ്ക് യു. പൊട്ടിച്ചു നോക്കാൻ പറയണം പാപ്പൂനോടെ. കൊറേ നേരം എന്റെ പുറകെ തന്നിട്ട് പാപ്പൂന് ഗിഫ്റ്റ് പാപ്പ അത് പൊട്ടിച്ചു നോക്കട്ടെ. പാപ്പൂന് കിറ്റ് വന്ന് കൊച്ചിന്റെ ഗിഫ്റ്റ് ഒന്ന് പൊട്ടിച്ചു പാപ്പൂന്. ഒന്നുമില്ലല്ലോ. പറ്റിച്ചേ. ഇത് ഒറിജിനലൊക്കെ ഉണ്ടായിരുന്നോ? ഇത് കൊറേ കിറ്റ് ഉണ്ടല്ലോ. ഇതെനിക്ക് തോന്നുന്ന വെഡിങ് ആനിവേഴ്സറിയുടെ ബർത്ത്ഡേയുടെ ഏതാണ്ടൊക്കെ ആണെന്ന് തോന്നുന്നു. ആണെന്ന് എനിക്ക് തോന്നുന്നു. പൊട്ടിച്ചേടേ ആവേശം ഗിഫ്റ്റ് പൊട്ടിക്കാൻ വന്നു. ചൂനന്റെ തല കാരണം കിറ്റ് കാണുന്നില്ല കേട്ടോ. ഞാനീ എന്നോട് അച്ഛനോട് മന്ത്രിയാ കിറ്റ് പൊട്ടിക്കണ്ട ഇങ്ങോട്ട് വരാൻ. അമ്മ ഇപ്പൊ വീണേ വൈദ്യം കൂടെ എന്തോ ഒരു വേദന പോയല്ലേ. എന്നിട്ടാ സാധനം എന്താ ഡ്രസ് ആവുന്നുണ്ട്. ബനിയൻ എല്ലാം കൊച്ചിനാട്ടോ. സൂപ്പർ ബനിയനുകളാണല്ലോ. അടിപൊളി. നല്ല സെലക്ഷൻ. അടിപൊളി സെലക്ഷൻ. അമ്മ സൂപ്പർ കേട്ടോ. ഞാൻ പൊട്ടിക്കാന്ന് നിങ്ങള് തിരക്ക് പിടിക്കല്ലേ. ശോ ആരാധന ശാന്തരാകൂ. ഇത് ഭയങ്കര സർപ്രൈസ് ഗിഫ്റ്റ് ആയി പോയല്ലോ. ഇതും അടിപൊളി അല്ലേ? നല്ല കളറ്. വിച്ചുവിന് ചെറുതാ. എനിക്ക് ഇച്ചിരി കൂടി ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതെ എന്തായാലും കിറ്റ്. ഓ മണം പിടിച്ചോ. ദൈവമേ ഗിഫ്റ്റ് പൊട്ടിക്കാൻ എന്നെ ഇഷ്ടമാണോ? ഇനി ഒരു ഗിഫ്റ്റ് കൂടെ ഉണ്ട്. ഈ ഗിഫ്റ്റ് കണ്ടിട്ട് എനിക്കുള്ള ഗിഫ്റ്റാന്നാ തോന്നുന്നത്. പൊട്ടുന്നോണൊക്കെ ഇരിക്കുന്നതൊക്കെ ചെയ്യുന്നത്. ഇച്ചു ഈച്ചു വരെ പോവോ? അതിനോടൊരു സമയായോ? പപ്പ വന്നപ്പോഴാണ് കേട്ടോ ഇതെല്ലാം കൊണ്ടുവന്നത്. അപ്പൊ അതുകൊണ്ട് ആണോ ചോക്ലേറ്റ് ഇടാൻ പറ്റുന്ന ഗിഫ്റ്റ് ആയിരിക്കും. അയ്യോ അങ്ങോട്ട് അയ്യോ ഗിഫ്റ്റ് പിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ദൈവത്തിന് കുഞ്ഞിലെ ഇഷ്ടം പോലെ ഗിഫ്റ്റുകളാണ്. ചോടല്ലേ ചോടല്ലേ പൊട്ടിക്കട്ടെ സമാധാനത്തിൽ. ഇവിടെ കിളി പോയി പൊട്ടിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴാ
ഞാനിക്കാണോ ആ ശരി ഞാനിക്കുണ്ട് ആ പൊട്ടാന്നാ വിചാരിച്ചിരിക്കുന്നത്. പൊട്ടാന്നാ വിചാരിച്ചിരുന്നത്. ഇത് നോക്കട്ടെ പാപ്പു പൊട്ടിക്കട്ടെ. പൊട്ടിച്ചുതരാം, പൊട്ടിച്ചുതരാം, മോന് പൊട്ടിച്ചിട്ട് പൊട്ടിച്ചേരാം പൊട്ടിച്ചേരാം മോൻ പൊട്ടിക്കുമ്പോൾ കുറച്ച് ശരിയാക്കി പടക്കമോ? ഇത് പടക്കമോ? അത് മൊബൈൽ ഫോൺ അല്ലേ ജാനി? ഇത് വിളിക്ക്. കത്രിക എടുക്കാൻ പോലുള്ള ക്ഷമ ഞങ്ങൾക്ക് കിട്ടി. ഇത് എന്താ കടിച്ചു പറിക്കുന്നത്, വലിച്ചു പറിക്കുന്നത്. ആ ഇതെന്തോ വെറൈറ്റി സാധനമാണ്. കൊച്ചിനെ വഴക്കുണ്ടാക്കല്ലേ ചേട്ടായി. ഇല്ലേ തരാം പൊട്ടിച്ചേരാം. തമ്പുരാനെ ഞാൻ പറഞ്ഞിട്ടാണ്. എന്നിട്ട് അത് കമ്മലോ ലോക്കറ്റോ മാലയോ? ശൂനാച്ചോ ശൂനാച്ചി നിനക്കല്ല ശൂനാച്ചി. എന്റെ ദൈവമേ നീ വേല എരി. അല്ല പിന്നെ ഇത് ഏതെങ്കിലും നല്ല സാരിയുടെ കൂടെ ഇടാം കേട്ടോ. എനിക്ക് അറിയത്തില്ല. എന്റെ ദൈവമേ മതി. പാപ്പടട്ടെ പാപ്പടട്ടെ. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഞാൻ നേരത്തെ പണ്ട് സ്വർണത്തിന്റെ ആ കോയിനായിട്ട് ഇങ്ങനത്തെ വെള്ളമൊക്കെ കൊടുത്തിട്ട് പോയിരുന്നു. ആ വെള്ളവും തന്നെ ഇരിപ്പുണ്ട് കൽക്കുടി. ബാബു ഇട്ടോ? എന്താ ബാബു വലയിട്ടെ വലയിട്ടെ? അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല സാരിയൊക്കെ കൊടുക്കും ശൂനാട്ടോ ശൂനാട്ടോ. അടിപൊളിയായിരിക്കും. ഈ കല്യാണങ്ങളോ ഫംഗ്ഷനോ ഒക്കെ വരത്തില്ല അപ്പൊക്കെ ഇടാനായിട്ട് നല്ല ഭംഗി. എന്റെ തമ്പുരാനെ താങ്ക് യു പറയടാ നീ. താങ്ക് യു പറയാം അങ്ങോട്ട് നോക്കി പറ. താങ്ക് യു ഞാനാന്ന് എനിക്ക് അറിയാം. താങ്ക് യു പിന്നെ ഞാൻ കണ്ടോളാം. പിന്നെ കണ്ട താങ്ക് യു. അയ്യോ നീയല്ല കേട്ടോ, ഞാനൊരു ഭംഗിക്ക് പറഞ്ഞാണേ. എനിക്ക് പറയാലോ. അമ്മയ്ക്ക് പറയാം. ആന്റിക്ക് താങ്ക് യു പറഞ്ഞു. അമ്മ മനസ്സിൽ പറഞ്ഞത് ഞാൻ ഇത്തിരി ഒച്ചത്തി പറഞ്ഞു എന്നുള്ളത്. ചേട്ടാ ഇട്ടോണ്ട് പോയോ? നല്ല രസമുണ്ട് കേട്ടോ. നല്ല മല, നല്ല ഭംഗി. ടീഷർട്ട് അതിലും നല്ല ടീഷർട്ടുകൾ. ഷർട്ടുകള് നല്ല ഭംഗി. താങ്ക് യു താങ്ക് യു താങ്ക് യു മോളെ. ഓളാന്ന് മനസ്സിലായി. മോളെ അയച്ചോളൂ. മോളാന്നൊക്കെ അറിയാലോ. മോളൊന്നും അല്ല, മോള് കഴിക്കുന്നവരുണ്ട്. പപ്പായിട്ട് വട്ടെ. അതല്ലേ കാണിച്ചു. ഇനി ഇച്ചിരി കറങ്ങാലുണ്ട്. അച്ചപ്പോ എടുക്കണ്ട കേട്ടോ, നിലത്തെന്നാ മതി. പൊട്ടിച്ചു പറിച്ച് കാണിക്കും. അതാണ് കുറച്ച് കഴിയുമ്പോ അക്കരെ ഇടയായിട്ടിരിക്കും കേട്ടോ. ഇതൊന്നും കാണണ്ട, ഈ ജനലൊന്നും കാണണ്ട. അടുത്തടാ വാ. ബാ അടുത്ത പോയി ഇടിച്ചോണ്ട് പോവാ പാപ്പുനെ. ഓക്കേ. സെറ്റ് പാപ്പുനെ ഉടുപ്പി ചെയ്യിപ്പിച്ചോണ്ട് വന്നോ? സെറ്റ് എനിക്ക് ഇച്ചിരി ഇഷ്ടപ്പെട്ട മറ്റേതാട്ടോ. മറ്റേ അത് പക്ഷേ മുഖം നല്ല കൊടുക്കണ്ടല്ലേ? വേണ്ട വേണ്ട, എവിടെയെങ്കിലും പോകുമ്പോ ഇടാൻ അടിപൊളി. ഇത് വേണമെങ്കിൽ രണ്ടെണ്ണം എടുത്ത് വെക്കണം. എവിടോട്ടൊക്കെ സുഖന്റെ എവിടെയൊക്കെ പോകുമ്പോ ഉണ്ടല്ലോ എല്ലാം ഇട്ടിട്ട് എല്ലാം നശിപ്പിച്ചു വെച്ചു. കണ്ടോ കണ്ടോ, കുറച്ച് മുമ്പ് എടുക്കല്ലേന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ ചക്കര അടയായി. കണ്ടോ കണ്ടോ, ഇങ്ങനെ ഒരു കുന്തളി. ഇന്ന് കണ്ണൻ പറഞ്ഞേ, നീ ഉറങ്ങുമ്പോ നിന്റെ പാപ്പുനെ വന്ന് ചാക്കി കെട്ടി എടുത്ത്. അപ്പൊ അവള് പറയണേ പിന്നെ നമുക്ക് കാണാം എന്റെ പാപ്പുവാണ്. ഭാഗ്യത്തിന് കണ്ണനെ തല്ലി കൊന്നില്ലല്ലോ, അവള് തല്ലി കൊന്നേനെ. അപ്പൊ സന്തോഷമായ സിന്ധമ്മ. സിന്ധമ്മ ഇതെല്ലാം കണ്ട് കണ്ണ് മഞ്ചളിച്ചിരിക്കണം. കൊച്ചിന് സമ്മാനം പാപ്പു കൊടുത്ത്. അമ്മയ്ക്ക് ഒരു ഇച്ചിരി തരുമോ? മഞ്ചമ്മയുടെയും വീക്ക്നെസ് ആണ് മോളുടെയും വീക്ക്നെസ്. എന്തിട്ട് രസമുണ്ട് ചുമ്മാ ഇട്ട് നോക്കിയേ, നല്ല രസമുണ്ട്. ആദ്യത്തെ കളിയിൽ അങ്ങനെയാണ്. ഭയങ്കര കുണുക്കവും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഭയങ്കര എടുത്ത് കാണിയില്ല. ഇപ്പൊ പറയാ ദശമുണ്ടെന്ന്. അപ്പൊ എന്തേ നല്ല സാരി കൊടുത്തിട്ട് വല്ല ഫംഗ്ഷനൊക്കെ ഇടാം അല്ലേ? സിന്ധമ്മേനെ സാരി കൊടുത്ത് കണ്ട കാലം വർഷങ്ങളായി. സത്യം നല്ല ഭംഗിയുണ്ട്, ഇഷ്ടപ്പെട്ടു. സാരിയില് നല്ല സ്റ്റാൻഡേർഡ് ലുക്കാണ്, സുന്ദരിയാ. നല്ല കോട്ടൺ ഒരു ജോലിക്കാരിയുടെ ഒക്കെ ലുക്കാ. കോട്ടൺ സാരി ഉടുക്കണം, പക്ഷെ ഇപ്പൊ ഉടുക്കുന്നുമില്ല. ബ്ലൗസും എല്ലാം ടൈറ്റ് ആയി പോയി, ഒന്നും നോക്കുന്നില്ല. ഇനി ഒരു 2 സാരി തയ്ക്കണം. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിങ്ങത്തിലൊക്കെ ചിലപ്പം 1-2 കല്യാണമൊക്കെ കാണും.
നമ്മുടെ കട്ടപ്പനയില് എന്നാലും കല്യാണത്തിന് വിളിക്കും അന്നേരം വന്നേക്കണം കേട്ടോ എല്ലാവരും ഇത്. അപ്പൊ നമുക്ക് കട്ടപ്പനയിലായോണ്ട് ഇത്ര അടുത്തായോണ്ട് പോകണമെന്നുണ്ട്. ദൂരെയുള്ളവരാണെങ്കിലും വിളിച്ചാലും നമുക്ക് പറ്റുന്ന സാഹചര്യം മഴയും നല്ലൊരു രസവും സന്തോഷവും ഒക്കെ അല്ലേ. ശ്യാമിന്റെ കല്യാണത്തിന് പോയി, എറണാകുളത്ത് അല്ലേ, പിന്നെ ആജിതയുടെ കുഞ്ഞിന്റെ കല്യാണത്തിന് പോയി, അങ്ങനെ വേറെ വേറെ നമ്മുടെ അടുത്തുള്ള പിള്ളേരുടെയൊക്കെ പിന്നെ ഇഷ്ടം പോലെ എപ്പോഴും പോകുന്നുണ്ട്. പക്ഷെ സാരി ഉടുക്കുന്നേ ഇല്ല. ഇനിയിപ്പോ സാരി 2-3 നല്ല സാരി കിട്ടി ഇരിപ്പുണ്ട്. അതൊക്കെ ബ്ലൗസ് അതിലൊരെണ്ണം ഞാൻ നോട്ട് ഇട്ടപ്പോ എന്നോട് ഓടിക്കുക അല്ലെങ്കിൽ പറങ്കാലിന് അടി വീഴും. അപ്പൊ ബ്ലൗസ് ഒക്കെ തയ്ച്ച് സെറ്റാക്കാം. നീ പാപ്പും മുളങ്ങുണ്ടല്ലോ അടുക്കള ചെന്നിട്ട് മാങ്ങ എടുത്ത് കഴുകി കടിച്ച് തിന്നുന്നുണ്ട്. അതെ 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 ശരി. രാവിലത്തെ കണി കാണിച്ചു തരാവേ. ഇതുണ്ടോ പേര് ഫുള്ള്. ഇത് എൻ്റെ പൊന്നെ ഈയല എന്നാന്നറിയോ, ഒരു ലൈറ്റ് ഇട്ട് വെച്ചപ്പോൾ തന്നെ അയ്യോ ഇതിനോട്ടിക്ക് ജീവനുള്ളതില്ല കേട്ടോ, എല്ലാം ചത്തു. ഇടയ്ക്കിടയ്ക്ക് പഠിക്കുന്നുണ്ട്. എൻ്റെ ദൈവമേ, എങ്ങനെ തൂത്തിട്ടാലും തുറച്ചിട്ടാലും എനിക്കുള്ള പണി എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. ഒരു കുറവുമില്ല ഇതിന്. എൻ്റെ അടുത്തിന് എങ്ങനെ ഇതൊക്കെ തൂത്ത് വൃത്തിയാക്കുമോ? അത് ചവിട്ടി കയറുന്നിടത്ത് ഞാൻ നൈറ്റി പറഞ്ഞിട്ട് ഇട്ടേക്ക് അപ്പടി ചെള്ളം ഇങ്ങോട്ട് ചവിട്ടി കയറാതിരിക്കാൻ വേണ്ടി. അയ്യോ 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 ദൈവം തന്നെ. ഇനി ഇത് റെഡി ആക്കട്ടെ രാവിലെ തന്നെ, അല്ലെങ്കിൽ മൊത്തം കുളമാക്കില്ലേ. ഇനി നോക്കിയേ, മഞ്ഞൾ കൊണ്ടല്ലോ ഞാൻ നിവർത്തിയുണ്ടേ. കുറേ സമയത്തേന് ഫ്രണ്ട് ഡോർ തുറക്കുകയല്ല. എന്നാന്ന് വെച്ചാൽ എനിക്ക് തുമ്മലും ചീറ്റിലെ ശ്വാസം മുട്ടും കാരണമേ തുറക്കാനേ നിൽക്കത്തില്ല. അത് പോയിട്ട് പിന്നെങ്ങനെ തുറക്കാതിരിക്കാനാ? ചിലടൊക്കെ നല്ല തെളിഞ്ഞു വരുന്നുണ്ട്. ഇതുണ്ടോ ചിലടല്ലേ മുടി കെട്ടി കിടക്കുന്നു. മഴ പെയ്തിട്ടുണ്ട്, രാത്രിയിലൊക്കെ ചാറിയിട്ടുണ്ടായിരുന്നു. മഞ്ഞ് പൊങ്ങുന്നുണ്ടോ? എന്താ മഞ്ഞ് പൊങ്ങുന്നത്? അവിടുന്ന് മലയുടെ ഇടയ്ക്ക് പോകുന്നൊക്കെ മഞ്ഞ് പൊങ്ങുന്നുണ്ടോ? ഉണ്ടോ മരത്തിൻ്റെ ഒക്കെ ഇടയ്ക്കൊന്ന്? എൻ്റെ പൊന്നെ, ഇതൊരു 1.5 പണിയായിപ്പോയി കേട്ടോ. ഇത് പെര മൊത്തം പെരയ്ക്കകത്ത് ഒരു വിധത്തിൽ ഞാൻ തൂത്തി അടിച്ചു. അവിടെ മൊത്തം ആയിരുന്നു. പിന്നെ സിറ്റൗട്ട് ഞാൻ അവിടെ എല്ലാം കഴിഞ്ഞ ദിവസം കഴുകിയതാണ്, ചെടിയൊക്കെ മാറ്റിയിട്ടേ. മൊത്തമായെന്ന് പറഞ്ഞാൽ മൊത്തമായി. ജനലൊക്കെ മൊത്തം പിടിച്ചിരിക്കുക. ഇനി അതെല്ലാം തൂത്ത് ശരിയാക്കട്ടെ. 1 മണിക്കൂർ നേരത്തെ പണിയാണ് എൻ്റെ ദൈവമേ. ഇതേ ഈ ചെടിക്കകത്ത് മൊത്തം കിടക്കുന്നുണ്ട്. പക്ഷെ അതിങ്ങനെ പൊങ്ങി വീണ്ടും പറന്നു വന്ന് വരികയല്ലേ? ഇല്ലേ? അല്ല, താഴെ വീണല്ല, പിന്നെ ഇറങ്ങി ഇതിലെല്ലാം നടക്കും. ഞാനിപ്പോൾ ഇവിടെ തുളച്ച് കഴിഞ്ഞ് പിന്നെ മൊത്തമായി. ഇതിനകത്തോട്ട് നിറച്ചത് കഴിഞ്ഞാൽ പിന്നെ വരത്തില്ല. ഇന്നലെ മിറ്റം മൊത്തം ഞാൻ കഴുകിയിട്ടതാ. അതുകൊണ്ട് കാര്യമില്ലല്ലോ. എന്നാ പറയാനാ? അതാ വീട്ടാരെ ഞാൻ തൂത്തോളാം. കഷ്ടം തന്നെ. ഇനി ചുക്കുരി തൂത്തിട്ടേ എന്നാ. നല്ല മഞ്ഞുള്ള സമയമുണ്ടോ? ഫാർമേക്കും അങ്ങനെ ഉണ്ട്. മഴ മാറിയെന്നാണ് തോന്നുന്നത്. ഇന്ന് പിള്ളേരൊക്കെ സ്കൂളിൽ പോകുന്ന ദിവസമല്ലേ. സ്കൂളിൽ പോകുന്ന ദിവസം ചതച്ചു കുത്തിപ്പോയി. അത് വേറൊരു സമയം. നമ്മുടെ പൂഞ്ചെടിയിലെ പൂവെല്ലാം കൊഴിഞ്ഞു പോയി. ഇനി അത് വെട്ടിക്കളയും, കവാത്ത് ചെയ്യണം. കവാത്ത് ചെയ്തേ നിൽക്കുകയുള്ളൂ. ഉള്ളൂ മഞ്ഞ, നല്ല മഞ്ഞ. ഇപ്പോൾ സമയം 6:30 മണി, 6:37. അടിപൊളി. ഓക്കെ. അയ്യോ അയ്യോ, ഇത് കണ്ടിട്ടാകപ്പാടെ ഇതായി. മണിക്കൂർ നേരത്തെ പണിയായല്ലോടി നിനക്കൊന്നും പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. പണി എങ്ങനെയെങ്കിലുമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുമല്ലേ സിന്ധൂന്ന്. പോകുന്നു. രാവിലെ തന്നെ ചായ ഇട്ട് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അതിന് മുമ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്താണെന്ന് തോന്നുന്നു. ഞാൻ വന്നപ്പോൾ ഇവിടെ നല്ല അടിപൊളി കലാവിരുത് കണ്ടപ്പോൾ എനിക്ക് എടുക്കാൻ തോന്നിയേ. ഒരു സൈഡിൽ വൈറ്റ് കളറുള്ള പുട്ടിന്റെ പൊടി നീക്കി വെച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ നല്ല ക്യാരറ്റിന്റെ ആ ഒരു ഓറഞ്ച് കളർ, എന്താ വൈറ്റ് കളറിലോട് നല്ലതായിട്ട് മിക്സ് ആയി നല്ല രസത്തിലിരിപ്പുണ്ട്. ക്യാരറ്റ് പുട്ട്, ഇത് ക്യാരറ്റ്, ഇത് ചക്കപ്പഴം പുട്ട്. ചക്കപ്പുട്ട് എന്നാ രാവിലെ ദാഹം കൊടുക്കുന്നത്. രാവിലെ പുട്ട പണി ഇട്ടിട്ടിരിക്കുക ഈയലേ. അതിന്റെ പണി ചെയ്തിട്ട് കയറി വന്നിട്ട് വിശക്കുന്നതുകൊണ്ട് പിന്നെ അതുകൊണ്ടാന്ന് തോന്നുന്നു നാക്കിനൊരു ചെറിയൊരു ഇത് വരുന്നത്. അപ്പം ആദ്യം നമുക്ക് ക്യാരറ്റ് പുട്ട് ഉണ്ടാക്കാം. ക്യാരറ്റ് പുട്ട് ഇച്ചിരി തേങ്ങ ഇങ്ങനെ ഇതിനകത്തോട്ട് ഇടുക. എന്നിട്ട് ഇവനെ ഇങ്ങോട്ട്, ക്യാരറ്റൊക്കെ കഴിക്കുന്നത് നല്ലതല്ലേ? ക്യാരറ്റൊക്കെ തിന്നാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? സാമ്പാറിന് അതൊക്കെ ഒരു ക്യാരറ്റിന്റെ കഷ്ണം കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്നൊരു സൈഡിലോട്ട് എടുത്ത് മാറ്റും. എല്ലാരും അല്ല
ഞാൻ ഡീസന്റാ. അയ്യോ എന്റെ ദൈവമേ, എടാ നിന്റെ പെണ്ണുമ്പിള്ള ഡീസന്റാ കേട്ടോ. ക്യാരറ്റ് ഒക്കെ തിന്നുന്ന് മകളാണ് അതിലും ഡീസന്റ്. ക്യാരറ്റ് ഞങ്ങള് ജ്യൂസ് വരെ മേടിച്ചടിച്ചു കുടിക്കും. അവിടെ ഭയങ്കര വിലക്കുറവ് ക്യാരറ്റ് കിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഏതായാലും ശരി, സമ്മതിച്ചു. ഞാൻ തോറ്റിരിക്കുന്നു. അപ്പൊ ആവി കയറിയിട്ടില്ല, ആവി വന്നോട്ടെ. ഇനി കറണ്ട് ഇല്ലായിരുന്നു, കറണ്ട് വന്നിട്ടുണ്ട്. എന്നാ പിന്നെ ഇൻഡക്ഷനെ വെക്കാം ചായ. എനിക്ക് വെള്ളവും ചായയൊക്കെ ഇൻഡക്ഷനെ വെച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം വരത്തില്ല. വരത്തില്ല. നല്ല ചൂട് കേട്ടോ. എന്റെ അമ്മ പൊള്ളുന്നു. അല്ലെങ്കിൽ ഇച്ചിരി നല്ല സൂപ്പർ പുട്ടുണ്ട് കേട്ടോ. ഈ സൈഡിൽ ഇങ്ങനെ ചക്കപ്പുട്ട്, ഇത് ക്യാരറ്റ് പുട്ട് രണ്ടാണ്, പഴമുണ്ട്, ചായയുണ്ട്, പ്ലേറ്റ് ഉണ്ട്, വിച്ചുണ്ട്. അപ്പൊ നമ്മള് കഴിക്കല്ലേ? ഏതാ വേണ്ടേ? ഏത് വെള്ളം എടുത്തോ? രണ്ടിന്റെ ഇച്ചിരി ടേസ്റ്റ് ചോദിക്കോ? മുറിച്ചെടുത്തോ? ചക്കപ്പുട്ട് കഴിച്ചോ? ഒന്നും ഉണ്ടാക്കിയിട്ട് എന്റെ കൊച്ചിന് വേണ്ട. ചക്കപ്പുട്ടും ക്യാരറ്റും ഒന്നും വേണ്ട. ഞങ്ങൾ അന്നേരം ഉണ്ടല്ലോ ഒരു കണ്ണൊക്കെ ഉള്ള എന്നാ ഉണ്ടാക്കുന്ന നമ്മള് കണ്ണുള്ള എന്നാ സാധനം ഉണ്ടാക്കുന്നേ? കണ്ണൊക്കെ ഉള്ള ഒരു അപ്പം ഉണ്ടാക്കാൻ പോവാണ് ഞങ്ങള്. കണ്ണൊക്കെ ഉള്ള ഒരു അപ്പം ഉണ്ടാക്കാൻ പോകും. ഇപ്പൊ കണ്ടോണേ, ചൂനയുടെ മാതിരി കണ്ണൊക്കെ വരയ്ക്കും ഞങ്ങള്. കണ്ണ്, മൂക്ക് ഇപ്പൊ കണ്ടോണം. ആഹാ ആഹാ, ഇപ്പൊ വരയ്ക്കാം, ഇപ്പൊ വരയ്ക്കാം. ആവട്ടെ ആവട്ടെ. നല്ല വെയിലായി. കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുക കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ വിശക്കാൻ തുടങ്ങിയേ. ഇത്രയും നേരം ഒരു സാധനം തിന്നാൻ നടക്കുമായിരുന്നു. അയ്യോ, കണ്ണു വരയ്ക്കാൻ പോവാണേ. പിരിവൊക്കെ ഉണ്ടോ? പിന്നെ ഒരു വല്ലാത്ത പിരിവായി പോയല്ലോ അമ്മേ. സ്മൈല. അയ്യോ, ഇതിനകത്ത് സാധനം കഴിഞ്ഞു. ഇപ്പൊ സ്മൈലി. ഇതെന്നാ സാധനം? സിന്ധമ്മയുടെ കണ്ണൊക്കെ അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ചിരി തിരിവും വളവൊക്കെ ഉണ്ട്. തിരിവും വളവൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഞമ്മക്ക് കണ്ണൊക്കെ കൂട്ടി തിന്നാം അല്ലേ? ഇനിയൊക്കെ തീറ്റിക്കണേ ഇവിടുന്ന് പാടേ. എന്റെ മക്കളെ വളർത്താൻ ഞാൻ ഇത്രയും പാട് വിട്ടിട്ടില്ല. വേണം മുറിച്ച് വെച്ച് കൊടുത്തിട്ട് തിന്നണീന്ന് പറഞ്ഞ് രണ്ട് കണ്ണ് വിട്ടുമ്പോ ഇത് തിന്നത്തുമില്ല. വാ, ഇനി നമുക്ക് പോയാൽ കാണിച്ചിരിക്കുമ്പോ തിന്നണീന്ന് പറയാനും പറ്റത്തില്ല. കണ്ണും മൂക്കും ഒക്കെ ശരിയായി. കണ്ണേതാന്ന് കാണിച്ചു കൊടുക്ക്. കണ്ണേതാ ഇതിന്റെ? കണ്ണേതാ? കണ്ണ് ഇതിന്റെ കണ്ണേതാ? ഇതിന്റെ അതിന്റെ കണ്ണേതാ? ഇത് കണ്ണ്. സിന്ധുവമ്മയുടെ കൃഷിത്തോട്ടത്തിലോട്ടൊരു യാത്ര അല്ലേ അമ്മേ? എന്താണിത്? ചീര. എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ചീരത്തോരം. അവിടെ ചേച്ചി നോക്കി ചിരിച്ചോണ്ട് നിൽപ്പുണ്ട്. ചീരത്തോരൻ. അതെ, പച്ചക്കറി. പച്ചക്കറി മൊത്തം കേടാകുന്നത് എന്നാ നടത്തില്ല. ഇല മുഴുവനേ കണ്ടോ, ആ ചെറുത് മൊത്തം. ഇത് സുന്ദരി ചീരയാണോ? പിന്നെ ഒരു ധാരണുണ്ടോ? അരുന്ന് മഞ്ഞ. ഇത് സുന്ദരി ചീരയാണോ? ആണോ? ഞാൻ അതൊരു വ്ളോഗറുടെ ഒരു ഇതിനകത്ത് കണ്ടായിരുന്നു. കണ്ട ആ അടീനൊക്കെ ഇങ്ങോട്ട് അതാ ഞാൻ പറഞ്ഞു. മേളിൽ നോക്കിയ പച്ച കളർ കൊള്ളാട്ടോ. ഇത് നമുക്ക് നല്ല ഉഷാറുള്ള ഒരു തോരനുള്ളതുണ്ടല്ലേ? കൊള്ളാം. എനിക്ക് എന്നാലും ഞാൻ സ്വന്തമായിട്ട് നട്ടു കുറിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ എന്തൊരു പിന്നെ ഒരു അങ്ങോട്ട് പണ്ട് തൊട്ടേ അതാട്ടോ, ഇപ്പോഴൊന്നും അല്ല. എന്റെ ഒക്കെ കുട്ടിക്കാലം തൊട്ടേ അമ്മ എനിക്കിങ്ങനെ ഇങ്ങനെ ചെടികളും പൂക്കളും ഒക്കെ പ്രാന്ത. എന്താന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും നട്ടുപിടിപ്പിച്ച് സ്വന്തമായിട്ട് ഇങ്ങനെ എടുക്കുമ്പോഴേ അതൊരു ഇത് തന്നെയാ. അടിപൊളിയാ. എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. പക്ഷെ നമ്മുടെ അവിടെ വീട്ടിലൊന്നും സമ്മതിക്കില്ല. അമ്മ അറിയും ഇവിടെ ഒന്നും ആകത്തില്ല, ഇവിടെ ഒന്നും ഉണ്ടാകത്തില്ല എന്ന് പറയും. ഞാൻ പറയും ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലേ അറിയുള്ളൂ. പിന്നല്ലേ നട്ട് എല്ലാം നട്ടു നോക്കണം. അവിടെ എങ്ങനെയോ ചക്ക വീണ് മുയൽ എത്തുന്ന മോനുണ്ട് 3 മത്തങ്ങ വലുതുണ്ടായി കിടപ്പുണ്ട്. സെറ്റ്. ഇത് അരിഞ്ഞ് നല്ല അടിപൊളി തോരൻ വെക്കും. പിന്നെ ഇത് കൊണ്ടുപോകും. ഞാൻ ഇതിനകമൊക്കെ ഒന്ന് നടന്ന് എന്റെ പയറിനോടൊക്കെ ഒന്ന് പയറിനൊക്കെ പൂവത്താൻ തുടങ്ങി. പക്ഷെ വലിയ മഴയാണെങ്കിൽ പയർ പൂവായിരിക്കും. ഓക്കെ, ഒന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഒന്ന് തലോടിയിട്ടൊക്കെ വന്നേക്കാം. ശരി. പിള്ളേര് മരിച്ചു കൊണ്ട് കയറി കേട്ടോ. എന്നാൽ ഞാൻ രാവിലെ ചീരയും കൂടെ തോരൻ വെച്ചേക്കാന്ന് ഓർത്തോണ്ടേ പരിപ്പ് ചാറ് വെച്ചു. ഒത്തിരി ദിവസമായി പരിപ്പൊക്കെ കറി വെച്ചിട്ട്.
അപ്പോൾ പരിപ്പ് കറി വെച്ച് നല്ല തുണ്ടമ്മയും ചേട്ടായും മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവനെ വറക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ എന്നാൽ ഈ ചീരയും കൂടെ പറിച്ചൊന്ന് തോരൻ വെച്ചേക്കാന്ന് വിചാരിച്ചു. ചീര കൂട്ടുന്നത് നല്ലതല്ലേ. അപ്പോൾ കുറേ ഉണ്ടായിരുന്നു. ഞാൻ അപ്പോൾ അതിൻ്റെ പകുതി കുമാരിച്ചിക്ക് കൊടുത്തു വിട്ടു. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചീര. അപ്പോൾ അത് പകുതി അവർക്ക് കൊടുത്തു വിട്ടു അവരുടെ. എന്നാൽ ഇവനെ തോരനൊക്കെ വെച്ചേക്കാന്ന് വിചാരിച്ചപ്പോഴത്തേനും വിളിച്ചിട്ട് ആൻറ്റി കൂടെ വായോ എന്നും പറഞ്ഞുണ്ട്. ഞാൻ പറയാം എൻ്റെ മനെ എനിക്ക് പറ്റിയല്ല, എനിക്ക് ഒട്ടും പറ്റുന്നില്ല. ഇന്ന് രാവിലെ ആ ഈയലിൻ്റെ പണി മുറ്റം മൊത്തം ഇങ്ങനെ തൂക്കാൻ പോയിട്ടുണ്ടല്ലോ. വെള്ളം കോരിക്കൊണ്ട് വന്ന് പുറകിൽ നിന്ന് ഒഴിച്ച് കഴിയില്ലേ ബക്കറ്റി. 2 മിനിറ്റ് മൊത്തം അതായിരുന്നു. അത് തൂത്താൻ പോകുന്നില്ല, ഈ വെള്ളം കൊണ്ട് നനഞ്ഞ് കിടക്കുന്നുണ്ട്. പിന്നെ ഞാൻ വെള്ളം കോരിക്കൊണ്ട് വന്ന് ഒഴിച്ച് കഴുവാണ് ഇത്. അപ്പം എനിക്ക് ഒട്ടും വയ്യണ്ടേ. ഇപ്പോൾ ഈ സൈഡ് അനക്കാൻ വരുന്നില്ല, അവിടെ എല്ലാം ഭയങ്കര വേദന. അപ്പം ഞാൻ ഈ പിള്ളേരുള്ളതുകൊണ്ടല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി കുഴമ്പ് തേച്ചിട്ടാ തൈലും എന്തെങ്കിലും തേച്ചിട്ട് ഒരു 1/4 മണിക്കൂറൊക്കെ നിന്നിട്ടാണ് സാധാരണ കുളിക്കുന്നത്. ഈ നടുവിന് പ്രശ്നം വന്ന് ഒക്കെ ഉള്ളതുകൊണ്ടേ. അപ്പം ഇതുങ്ങളുള്ളതുകൊണ്ട് ഇപ്പം ഞാൻ തേക്കുന്നില്ല. അതാ ഇപ്പം ഞാൻ ഓർത്ത് ഞാനെന്നാ അവർ പോയ സമയത്തിന് ഇച്ചിരി കുഴമ്പ് തേച്ച് നിന്നിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് തയ്യലിൻ്റെ സംഘമൊക്കെ ഉള്ള ദിവസവുമാണ്. അപ്പം ഇത് കഴുകിക്കൊണ്ട് വെച്ചാണേ. ഞാൻ ഓർത്ത ഇന്നപ്പോൾ അവർ എവിടെ ഫുഡ് കഴിക്കുന്നെങ്കിൽ ഇവിടെയല്ലോ, ഫുഡ് കഴിക്കാൻ തന്നെയാണെങ്കിലും ഇവിടെയല്ലോ അവർ. അപ്പം എന്നാൽ പിന്നെ ഇത് വൈകിട്ടത്തേന് വെച്ചാൽ മതിയല്ലോ. ഇനി ചൂടോടെ ചീർത്തോണ്ടൊക്കെ ആകുമ്പോൾ ചൂടോടെ കൂട്ടണം, അന്നേരം നല്ലത്. അതിനെന്നാൽ ഞാൻ എല്ലാം ഒന്ന് നോക്കി പറക്കി വെള്ളം പോകുന്ന പാത്രത്തിലോട്ട് വെച്ചേക്കാൻ നിർത്തി. ഞാൻ കഴുകിക്കൊണ്ട് ഇപ്പം ഇങ്ങോട്ട് കൊണ്ട് വെച്ചതാണ്. ഞാനത് ചുമ്മാ വിളിച്ചായിരിക്കും ഒന്ന് കയറി വായോ എന്ന് പറഞ്ഞ സജി ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോയെന്ന് പറഞ്ഞു. ഈ പിള്ളേർ ഈ കയറ്റമായതുകൊണ്ട് പോയിരുന്നേ. കുമാരിച്ചേച്ചി അവിടെ ഒരു മലയുടെ മണ്ടയല്ലേ, ആരും കയറി പോയില്ല കേട്ടോ. എല്ലാവരും പിന്നെ സത്യമാണ് ഇവിടെ വരെ താഴെ വരെയൊക്കെ വരും, ആരും മുകളിലോട്ട് കയറി പോയില്ല. അവർ നെടുമ്പോട്ടി ഞാൻ മാത്രമേ ഉള്ളൂ കയറി ഇടയ്ക്കിടയ്ക്ക് ചെല്ലുന്നത്. സത്യം ഞാൻ പിന്നെ ഈ 3 കയറ്റമാണേലും കയറി ചെല്ലും ഇടയ്ക്കിടയ്ക്കൊക്കെ. ഇപ്പൊ പിന്നെ ഈ തൊഴിലുറപ്പ് തുടങ്ങിയ പിന്നെ തൊഴിലുറപ്പും കൂടെ ഉള്ളപ്പോൾ എപ്പോഴും മിക്കവാറും തന്നെ കയറി ചെല്ലും. അല്ലെങ്കിൽ ഞാൻ കയറി ചെല്ലും. എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞാലും ആരും മല കയറി പോകത്തില്ല. നേരത്തെയൊക്കെ അവര് ചേട്ടായിയും അനിയനും അവരെല്ലാവരും കയറി പോകായിരുന്നേ. ഇപ്പൊ ഈ മല ഭയങ്കര മടി എല്ലാവർക്കും. ശരിയാണ്. ഇപ്പൊ ഞാൻ തറവാടുകളിലോട്ട് പോകുന്നുണ്ടോ, ഭയങ്കര ആ കയറ്റം ഓർക്കുമ്പോഴത്തേനും അയ്യോ അമ്മ കൂട്ടായിട്ട് പോയോ സന്തോഷമായിട്ട് പോയോ എന്ന് പറയും. പറ്റത്തില്ല. അപ്പൊ ഇവന്റെ വെള്ളമൊക്കെ പോട്ടെ വിടുന്ന. അപ്പോഴത്തേനും ഞാൻ പെട്ടെന്ന് ഇച്ചിരി കുഴമ്പ് തേച്ചേ നിന്നിട്ട് വെള്ളം അടുപ്പ് ചൂടായി കിടപ്പുണ്ട്. അവർ വരുന്നതിന് മുമ്പേ നമുക്ക് കുളിക്കാം. അവരേതായാലും ചോറിനിട്ട് വരുമ്പോഴത്തേനും 1 മണിയാവുമല്ലോ.